ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പും ഡൾനെസ്സും ഒക്കെ മാറി നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമുക്കിന്നൊരു ഫേഷ്യൽ ചെയ്ത് നോക്കിയാലോ. നമുക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഫേസ് എല്ലാം ഡള്ളായിട്ടിരിക്കുകയാണ്. ഒന്ന് ഫേഷ്യൽ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ടൈമും ഇല്ല, മണിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബീട്രൂട്ടാണ്. ഈ ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലും നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ബീട്രൂട്ട് മിക്സിയിലിട്ടടിച്ച് ജ്യൂസ് ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഏത് ഫേസ് വാഷ് ആണോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ആ ഫേസ് വാഷ് അതിലോട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു ക്ലെൻസിങ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫേസിൽ നല്ലോണം മസാജ് ചെയ്ത് നമ്മൾ ഫേസ് സാധാരണ നോർമലായിട്ടൊരു ഫേസ് വാഷോ സോപ്പോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫേസ് വാഷ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് ഫേസ് വാഷ് ചെയ്യുക. ഒരു നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിരിക്കുക. അതിനുശേഷം നല്ലോണം മസാജ് ചെയ്ത് കൊടുത്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. രണ്ടാമത്തെ പാക്കായിട്ട് വരുന്നത് ഫേസ് ക്രീമാണ്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസും 1 ടീസ്പൂൺ തൈരും 1 ടീസ്പൂൺ തേനുമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്കിത് കിട്ടും. ഇതൊരു 2-3 മിനിറ്റ് നല്ലോണം നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ തന്നെ ഫേസിൽ അബ്സോർബ് ആവുന്ന രീതിയിൽ നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ജെന്റലി വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഇതിൽ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. പതുക്കെ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് അത് അതേപോലെ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ഫേസ് പാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ തൈരാണ്. അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ എത്രത്തോളം ആണോ മിക്സ് ചെയ്ത് ഒരു പാക്ക് രൂപത്തിലാവാൻ എത്രത്തോളം ബീട്രൂട്ട് ജ്യൂസാണോ ആവശ്യം ആയിട്ട് വരുന്നത് അതിനനുസരിച്ച് ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് പതുക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് ഫുള്ളായിട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ ഫേസിൽ മാത്രമാണ് ഈ പാക്കെല്ലാം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കഴുത്ത് മിസ് ചെയ്യാൻ പാടില്ല, എങ്കിലും നമുക്ക് എല്ലാ സ്ഥലവും ഒരേ ടോണിലിരിക്കത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫേസിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക. അത് നല്ലോണം ഉണങ്ങിയ ശേഷം നമ്മുടെ 2 കൈയും വെള്ളത്തിൽ നല്ലോണം നനച്ചെടുക്കുക. അതിനുശേഷം പതുക്കെ മസാജ് ചെയ്ത് നമുക്ക് ആ പാക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. നല്ലോണം മസാജ് ചെയ്ത് വേണം പാക്ക് റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. എങ്കിലേ നമുക്ക് ഓപ്പൺ പോഴ്സിലുള്ള അഴുക്കൊക്കെ റിമൂവായി നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയും ബ്രൈറ്റനായും കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഫേസ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ഫേസ് എത്രത്തോളം ഗ്ലോയും ബ്രൈറ്റനും ആയിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ഇപ്പോഴത്തെയും എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് നല്ലോണം ഡിഫറൻസ് മനസ്സിലാവുന്നതാണ്. ഈ ഒരു ഫേഷ്യൽ നമുക്ക് ആഴ്ചയിൽ 1 ദിവസം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എത്രത്തോളം വിസിബിളായിട്ട് റിസൾട്ട് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഫേസും നെക്കും തമ്മിലുള്ള വ്യത്യാസം കണ്ടാലറിയാം എന്തുമാത്രം ബ്രൈറ്റും ഗ്ലോയും ആയിട്ടുണ്ടെന്ന് എൻ്റെ സ്കിൻ. ഇനി ഇതേപോലെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുടെ കാണുന്നത് വരേക്കും ബൈ.